തലസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്മാർട്ട് റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി തലസ്ഥാനം വേറെ ലെവലിലേക്ക് മാറുമെന്നതും തീർച്ചയാണ്. പ്രധാന നഗരവീഥികളെ ലോകോത്തരമാക്കുന്ന സ്മാർട്ട് റോഡ് പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ തലസ്ഥാനവും ലോകോത്തര നിലയിലേക്ക് ഉയരുമെന്നതും തീർച്ചയാണ്. സ്മാർട്ട് റോഡ് പദ്ധതി ഇപ്പോൾ ഏത് ഘട്ടത്തിലാണെന്ന് പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. പ്രധാന നഗരവീഥികളെ ലോകോത്തരമാക്കുന്ന സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി KSRFB നിർമ്മിക്കുന്ന 10 സ്മാർട്ട് റോഡുകളുടെയും അന്തിമ ടാറിംഗ് ഉടൻ തന്നെ ആരംഭിക്കും. ഇവിടെയെല്ലാം മണ്ണിനടിയിൽ കേബിൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള അനുബന്ധ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. റോഡ് ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. വെള്ളയമ്പലം ആൽത്തറ മുതൽ ചെന്തിട്ട വരെ 4 വരിയായി നിർമ്മിക്കുന്ന CV രാമൻപിള്ള റോഡായിരിക്കും ആദ്യം പൂർത്തിയാക്കുക. ഇവിടെ കേബിൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മീഡിയന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇരുവശവും കൈവരിയോട് കൂടിയ നടപ്പാതയിൽ കാഴ്ച പരിമിതർക്ക് ശബ്ദ സഹായത്തോടെ നടക്കാൻ സഹായിക്കുന്ന ടോക്ക് ലൈറ്റുകൾ പാകും. സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കുന്ന ആൽത്തറ മുതൽ തൈക്കാട് ഗസ്റ്റ് ഹൗസ് വരെ നടപ്പാതയോട് ചേർന്ന് സൈക്കിൾ ട്രാക്കും ഉണ്ടാകും. പിന്നാലെ റോഡിന്റെ നടുവിലും ഇരുവശങ്ങളിലും വഴിവിളക്കുകളും സ്ഥാപിക്കും. എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റിൽ നിന്ന് രക്ഷിക്കാൻ മീഡിയനിൽ ഉടനീളം ആന്റി ഗ്ലെയർ മീഡിയകളും ഉണ്ടാകും. 77 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓണത്തിന് മുമ്പ് എല്ലാ റോഡുകളും 2ാം ഘട്ട ടാറിംഗ് പൂർത്തിയാക്കി തുറന്നു നൽകുമെന്ന് KSRFB അറിയിക്കുകയാണ്. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം. 1 കിലോമീറ്റർ നീളത്തിലുള്ള കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിൽ ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ കേബിൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രദേശത്തെ വെള്ളക്കെട്ട് തടയാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം വലിയ ഓട നിർമ്മിക്കേണ്ടതിനാലാണ് റോഡ് പ്രവൃത്തി നീണ്ടുപോയതെന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ചെലവ് 25 കോടി രൂപയാണ്. അടുത്തത് ഫോറസ്റ്റ് ഓഫീസ് ബേക്കറി ജംഗ്ഷൻ റോഡാണ്. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന ഫോറസ്റ്റ് ഓഫീസ് ബേക്കറി ജംഗ്ഷൻ റോഡിലെയും ആദ്യഘട്ട ടാറിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറയുന്നത്. 585 മീറ്റർ റോഡിന് 5 കോടി രൂപയാണ് ചിലവ്. അന്തിമഘട്ട ടാറിംഗ് ഒരുങ്ങുന്ന റോഡുകൾ ഇനി ഇവയാണ്: അയ്യൻകാളി ഹാൾ ഫ്ലൈ ഓവർ റോഡ്. നഗരത്തിലെ 2ാമത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമാകാൻ ഒരുങ്ങുകയാണ് അയ്യൻകാളി ഹാൾ ഫ്ലൈ ഓവർ റോഡ്. അന്തിമഘട്ട ടാറിംഗ് പൂർത്തിയായാൽ 4 സോണായി തിരിച്ച് നൈറ്റ് ലൈഫിനായി ഇവിടം സജ്ജമാക്കുക, അല്ലെങ്കിൽ റോഡ് വികസിപ്പിക്കും. വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകും. നടന്നാൽ ലൈറ്റുകൾ പ്രകാശിക്കുന്ന LED ഇൻ്ററാക്റ്റീവ് തറകൾ മുതൽ അലങ്കാര മത്സ്യ ടാങ്കുകൾ വരെ വീതിയിലുണ്ടാകും. EV ചാർജിംഗ് സ്റ്റേഷൻ, ഇരിപ്പിടങ്ങൾ, വീൽചെയർ സൗകര്യം, സ്മാർട്ട് ബസ് ഷെൽട്ടർ, സ്മാർട്ട് ടോയ്ലറ്റുകൾ, ഇൻഫർമേഷൻ ബോർഡ് സോൺ എന്നിവയെല്ലാം സജ്ജമാക്കും. റോഡ് നിർമ്മാണത്തിന് മാത്രം 2.85 കോടി രൂപയാണ് ചിലവായിരിക്കുന്നത്. വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലാകും റോഡ്. നടന്നാൽ ലൈറ്റുകൾ പ്രകാശിക്കുന്ന LED ഇൻ്ററാക്റ്റീവ് തറകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും ഇരിപ്പിടങ്ങളും വീൽചെയർ സൗകര്യവും സ്മാർട്ട് ബസ്സിൻ്റെ ഷെൽട്ടറും സ്മാർട്ട് ടോയ്ലറ്റുകളും ഒക്കെ ഈ ഒരു വീതിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവിടേക്ക് സജ്ജമാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും. അതേസമയം തന്നെ ജൂൺ 15 റോഡുകളുടെ പണികളെല്ലാം പൂർത്തീകരിക്കുമെന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ ഉറപ്പിനെ ചോദ്യം ചെയ്ത് ഇപ്പോൾ പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉറപ്പ് വലിയ വാർത്തയായി മാറിയിരുന്നു. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പൊരുതിമുട്ടിയ ജനം സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ തിരിയുന്നത് മനസ്സിലാക്കിയതോടെയാണ് കഴിഞ്ഞ മാസം 21 മന്ത്രി V ശിവൻകുട്ടിയും കോർപ്പറേഷൻ അധികൃതരും പങ്കെടുത്ത യോഗത്തിൽ ജൂൺ 15 റോഡുകളുടെ പണി പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയത്. അതായത് ജൂണിന് മുമ്പ് നടത്തിയ ഒരു യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ ആ തീരുമാനം കഴിഞ്ഞ് ജൂൺ മാസവും കഴിഞ്ഞ് ജൂലൈയും പിന്നിടുമ്പോൾ ഓഗസ്റ്റിലാണ് 2ാം ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇത് പൂർത്തീകരിക്കേണ്ടതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നത്. ഏതായാലും തലസ്ഥാനം സ്മാർട്ടാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ സ്മാർട്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ സർക്കാർ വാദഗതികൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയായി, അല്ലെങ്കിൽ അതിന് മറുവശമായി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്.